നമസ്കാരം. എഡ്യൂസോണിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ പാഠമായ പാവങ്ങൾ എന്ന പാഠം. ഓക്കെ, അപ്പോൾ ഈ പാവങ്ങൾ എന്ന പാഠം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പാഠത്തിന്റെ വിശദീകരണത്തിലേക്ക് വരാം, അല്ലെങ്കിൽ കഥയുടെ വിശദീകരണത്തിലേക്ക് വരാം. കഥയുടെ വിശദീകരണം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെ ആ പാഠം തുടങ്ങുന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സന്ദർഭത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണെന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ പോകുന്നില്ല, അത് ഞാൻ വായിച്ച് പറഞ്ഞു തരാം. അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പാഠത്തിലേക്ക് വരാം. ഓക്കെ, അതായത് പാവങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഈ പാഠം അത് ശരിക്കും ഫ്രഞ്ച് സാഹിത്യകാരനായിട്ടുള്ള വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന് പറയുന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതായത് ഫ്രഞ്ച് കൃതിയാണ്. അത് ഫ്രഞ്ച് കൃതിയായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഞ്ച് സാഹിത്യകാരനായിട്ടുള്ള വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് അല്ലെങ്കിൽ ലാ മിലാബെലെ എന്ന് പറയുന്ന ആ ഒരു പാഠം ഇത് ഒരുപാട് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ കഥ കാരണം വളരെയധികം മികച്ചൊരു കഥയായതുകൊണ്ട് തന്നെ ഇത് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ഭാഷകളിലും ഈ കഥാപാത്രങ്ങൾക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവും, പേരുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ജീൻ വാൽജീൻ എന്നൊരു പേര് നിങ്ങൾക്ക് എവിടെയെങ്കിലും കേൾക്കാൻ നിങ്ങൾ ചിലപ്പോൾ സാധ്യത ഉണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും മറ്റു വിവർത്തനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൃതികളോ ഒരുപക്ഷെ നിങ്ങൾക്ക് ജീൻ വാൽജീൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ അത് സംശയിക്കേണ്ട, നമ്മുടെ ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ഴാങ് തന്നെയാണ് ശരിക്കും ജീൻ വാൽജീൻ. അത് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് പല പേരുകൾ നായക കഥാപാത്രത്തിന് മറ്റു പേരുകൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജീൻ വാൽജീൻ എന്ന് പറയുന്ന പേരാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് ആര് എന്ന് ആലോചിച്ച് സംശയിക്കേണ്ട, നമ്മുടെ കഥാപാത്രമായ ഴാങ് തന്നെയാണ്. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ആ പേര് ഴാങ് തന്നെ എഴുതിയാൽ മതി. സപ്പോസ് എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ വരില്ല എങ്കിലും എന്തെങ്കിലും കാരണവശാൽ ജീൻ വാൽജീൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കേണ്ട, അത് ആര് തന്നെയാണ്, നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ ഇതിലെ കള്ളനായിട്ടുള്ള അല്ലെങ്കിൽ നായക കഥാപാത്രമായിട്ടുള്ള ഴാങ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ ജീൻ വാൽജീൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന് പറയുന്ന സാഹിത്യകൃതി പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. അദ്ദേഹം വിവർത്തനം ചെയ്ത ആ പേരാണ് പാവങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ അടിസ്ഥാനം, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ശരിക്കും ഈ കൃതി എഴുതിയത് വിക്ടർ ഹ്യൂഗോയാണ്, വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. ഓക്കെ, ലെസ് മിസറബിൾസ് ആണ് അതിന്റെ പേര്. പാവങ്ങളുടെ ശരിക്കുള്ള പേരെന്ന് വെച്ചാൽ ലെസ് മിസറബിൾസ് ആണ്. അത് വിവർത്തനം ചെയ്തപ്പോഴാണ് മലയാളത്തിൽ പാവങ്ങൾ എന്ന പേരിലോട്ട് മാറ്റിയത്. ഓക്കെ, ഇനി എന്താണ് കഥയെന്ന് നമുക്കറിയാം. ആ കഥ വിശദമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് തന്നെ പറയുന്നുണ്ട്, ഞാനത് വായിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിക്കുക. ദരിദ്രനായ മരം വെട്ടുകാരനായിരുന്നു ഴാങ്. വിധവയായ സഹോദരിയും അവരുടെ 7 മക്കളും അയാളുടെ സംരക്ഷണത്തിലായിരുന്നു. ഒരു മഴക്കാലത്ത് തൊഴിലില്ലാതെ മുഴുപട്ടിണിയിൽ അകപ്പെട്ടപ്പോൾ സഹോദരിയുടെയും കുട്ടികളുടെയും വിശപ്പ് മാറ്റാൻ ബേക്കറിയിൽ നിന്ന് അയാൾ ഒരു റൊട്ടി മോഷ്ടിച്ചു. ആ കുറ്റത്തിന് 5 വർഷം ശിക്ഷിക്കപ്പെട്ട ഴാങ് 3 തവണ ജയിൽ ചാടി. 19 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ജയിൽ മോചിതനായ അയാൾക്ക് ആരും അഭയം കൊടുത്തില്ല. ഒടുവിൽ ഡി പട്ടണത്തിലെ മെത്രാൻ വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന അയാൾക്ക് അഭയമേകുന്നു. അതായത് ഇത് ശരിക്കും നമുക്ക് ഒരു സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ കഥ. അത് എന്തൊക്കെയാണ് സന്ദേശം എന്നുള്ളത് പാഠം പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പാഠം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് സംഗതികൾ ഈ പാഠത്തിൽ വരുന്നുണ്ട്. സമകാലിക പ്രസക്തി ഏറെയുള്ള ഒരു പാഠവും കൂടിയാണ് നമ്മുടെ ഈ ഒരു പാവങ്ങൾ എന്ന് പറയുന്ന പാഠം. അതായത് നമ്മൾ നൽകുന്ന ഈ ശിക്ഷാവിധികൾ, ഒരു കുറ്റം ചെയ്യുമ്പോൾ നമ്മൾ അവരെ ശിക്ഷിക്കുന്നുണ്ട്. ആ ശിക്ഷാവിധികൾ കൊണ്ട് ആ കുറ്റം ചെയ്യാനുള്ള അവരുടെ മനസ്സ് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, വീണ്ടും ആ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ അതേ കുറ്റം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശിക്ഷാവിധികളിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തിയെ സ്വാധീനിക്കേണ്ടത് വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ആ വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റും, സ്വാധീനിക്കാൻ പറ്റും. അതിനൊക്കെ ഒരു ഉദാഹരണമാണ് ഈ കൃതി എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനം മറ്റൊരു കാരണം വെച്ചാൽ വിശപ്പ്, പട്ടിണി, ദാരിദ്ര്യം തന്നെയാണ് അല്ലെ. ഇതിലെ കഥാപാത്രമായ ഴാങ് ഒരിക്കലും ഒരു കള്ളനാവണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ല, പക്ഷേ ദാരിദ്ര്യം അയാളെ കൊണ്ട് ചെയ്യിച്ചതാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ദരിദ്രനായ മരം വെട്ടുകാരനായിരുന്നു ഴാങ്. അതായത് സ്വന്തം ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് പണം കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഴാങ്. അദ്ദേഹത്തിന്റെ വിധവയായ സഹോദരിയും അവരുടെ 7 മക്കളും ഇയാളുടെ സംരക്ഷണത്തിലായിരുന്നു. അത് ഴാങ് ആണ് സംരക്ഷിച്ചത്. ഒരു മഴക്കാലത്ത് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് കുടുംബത്തിൽ മുഴുവൻ പട്ടിണിയായും തീർന്നു അല്ലെ. അതുകൊണ്ട് ഒരു നിവർത്തിയില്ലാതെ, വിശപ്പ് സഹിക്കാൻ വയ്യാതെ, തന്റെ ആ സഹോദരിയുടെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്ന കണ്ടപ്പോൾ സഹിക്കാൻ വയ്യാതെ അയാൾ എന്ത് ചെയ്തു, ഒരു കടയിൽ നിന്ന് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. പക്ഷേ അയാൾ എന്ത് ചെയ്തു, പിടിക്കപ്പെട്ടു. അയാൾ ചെയ്ത കുറ്റം വിശപ്പ് സഹിക്കാൻ കഴിയാതെ എന്താണ്, കുറച്ച് ആഹാര സാധനം
മോഷ്ടിച്ചതാണ്. അയാളെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. 4-5 വർഷത്തേക്കാണ് ജയിലിൽ അടച്ചത്. പക്ഷേ ഇയാൾക്ക് ജയിലിൽ കിടക്കുമ്പോഴെല്ലാം സ്വന്തം സഹോദരിയും മക്കളുടെയും അവരുടെ വിശപ്പിനെ കുറിച്ച് ഓർത്ത് ഇയാൾക്ക് കിടക്കാൻ തോന്നുന്നില്ല. അയാള് എന്ത് ചെയ്തു? ജയിലിൽ ചാടി, വീണ്ടും പിടിച്ചുകൊണ്ടിരുന്നു, വീണ്ടും ജയിലിൽ കിടന്നു. 2-3 ജയിലിൽ ചാടിയപ്പോൾ അയാളെ 19 വർഷത്തിന് ഈ ചങ്ങലക്കൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തു? കഠിനമായ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. അങ്ങനെയൊക്കെ ജയിലിടാൻ പറ്റുന്നില്ല. 19 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം അയാൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കുറ്റവാളികൾക്ക് അവരെന്ത് ചെയ്യും? നെറ്റിയിൽ ചാപ്പ കുത്തും. അതൊക്കെ തന്നെ ഇവർക്ക് മഞ്ഞ കാർഡ് തുടങ്ങിയിട്ടുള്ള എന്ന് വെച്ചാൽ സമൂഹമായിട്ട് ഇവരെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അന്നക്കാലത്ത്. അതായത് നെറ്റിയിലൊക്കെ എന്ത് ചെയ്യും? അവൻ ജയിലിൽ കിടന്നാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നെറ്റിയിൽ ചാപ്പയൊക്കെ കുത്തി വിടും. ചിഹ്നങ്ങളൊക്കെ അച്ചൊക്കെ എന്ത് ചെയ്യും? പതിപ്പിച്ചാണ് വിടുന്നത്. അപ്പൊ ഇവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരും എന്ത് ചെയ്യും? അടുപ്പിക്കില്ല. കാരണം കുറ്റവാളി എന്നേ നാട്ടുകാർക്ക് അറിയാവും. ഇയാൾ എന്ത് കുറ്റമാണ് ചെയ്തതെന്നോ അവർക്കറിയില്ല. ഇയാൾ ഒരു ചെറിയ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആഹാരം മോഷ്ടിച്ചതാണെന്ന് ആർക്കും അറിയില്ല. കാരണം കുറ്റവാളി എന്ന് മാത്രമേ അറിയാവൂ. അയാൾ എന്ത് കുറ്റം ചെയ്തു എന്ന് ജനങ്ങൾക്ക് അറിയില്ല, അല്ലെ? അപ്പോൾ അവരായിരിക്കും ചിലപ്പോൾ കൊലപാതകം അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആരും എന്ത് ചെയ്യില്ല? ഇയാളെ വീടുകൾ കയറ്റില്ല, ഇയാൾക്ക് ആഹാര സാധനം കൊടുക്കില്ല. അപ്പൊ ഇയാൾക്ക് സമൂഹത്തിൽ നിന്നും തീരെ എന്താണ്? അവഗണനയാണ് കിട്ടിയിരുന്നത്. അങ്ങനെ ഴാങ്ങിന് വീണ്ടും മോഷ്ടിക്കേണ്ട പ്രവണതയായിട്ട് വരുന്നു. ഇയാൾക്ക് ആരും അഭയം കൊടുക്കാതെ ഇയാൾ വിശന്ന് വലഞ്ഞ് അവസാനം ഒരു ഡി പട്ടണം എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ ഒരു പട്ടണത്തിലെ മെത്രാൻ, എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. മെത്രാൻ വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന് ഇയാൾക്ക് എന്ത് ചെയ്യുന്നു? കുറച്ച് അഭയം നൽകുന്നു. അതായത് അയാൾ വിളിച്ചുകൊണ്ട് വരുന്നു. മെത്രാൻ എന്ന് പറയുന്ന ആ വ്യക്തി വിളിച്ചുകൊണ്ട് വന്ന് തൻ്റെ വീടിനടുത്ത്, വീടല്ല ശരിക്കും അത് പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്, അവിടെ ഇരുത്തിട്ട് എന്ത് ചെയ്യുന്നു? ആഹാര സാധനങ്ങളും മറ്റൊക്കെ എന്ത് ചെയ്തു? കൊടുക്കുന്നു, അല്ലെ? അപ്പൊ ഈ മെത്രാൻ അത് ചെയ്യുന്നുണ്ട്. ആരും ചെയ്യുന്നില്ല, പക്ഷെ മെത്രാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവനെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇയാളുടെ മനസ്സ്, ഴാങ്ങിന്റെ മനസ്സ് അപ്പോഴും ഒരു കുറ്റവാളിയുടേതായിരുന്നു. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഭക്ഷണം തരുന്നുണ്ട് എന്ന് വെച്ചാൽ എന്നിവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് വീണ്ടും നീണ്ടു വരും, പുറത്തേക്ക് പോയിട്ടിരും. അപ്പോൾ ജനം തന്നോട് പെരുമാറുന്നത് ഈ രീതിയിലാണ്. അപ്പൊ ഇവിടെ നിന്ന് വല്ലതും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ, അല്ലാതെ തനിക്ക് അഭയം തന്ന ഈ മെത്രാൻ താമസിക്കുന്ന ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തനിക്ക് എന്ത് ചെയ്യാം? അത് വിറ്റ് കിട്ടുന്ന പൈസക്ക് എന്ത് ചെയ്യാം? കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലേ? അല്ലാതെ എനിക്ക് നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും എനിക്കൊന്നും തരില്ല. അതുകൊണ്ട് അയാൾ വീണ്ടും എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഴാങ്ങിന്റെ ഒരു കഥാപാത്ര നിരൂപണമോ മറ്റോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതുക, സാഹചര്യമാണ് എന്ത് ചെയ്യുന്നത്? അയാളെ മോഷ്ടാവാക്കി തീർന്നത്. കൊടിയമായ ദാരിദ്ര്യം, പട്ടിണി, സ്വന്തം സഹോദരിയും അവരുടെ മക്കളെയും നോക്കേണ്ടതിന്റെ ആവശ്യകത, ഇതൊക്കെ ഓർത്തപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നത്? അയാളൊരു കള്ളനായി മാറുന്നത്. സാഹചര്യമാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്? കള്ളനാക്കി തീർക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഴാങ്. കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ എടുത്ത് പറയണം. ഓക്കെ, അപ്പൊ ആ കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാരിദ്ര്യമാണ് അയാൾ എന്ത് ചെയ്തത്? ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങി, ആരും ഇയാൾക്ക് എന്ത് ചെയ്യുന്നില്ല? അഭയം കൊടുക്കുന്നില്ല. അങ്ങനെ പട്ടിണി കിടന്ന് വലഞ്ഞ അവസാനം ഇയാൾ ഒരു മെത്രാന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്നു. അല്ലെങ്കിൽ ആ മെത്രാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് അയാൾ എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നു. ആ മെത്രാൻ ഇയാളെ സ്വീകരിക്കുന്നു. കാരണം മെത്രാനെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു കുറ്റക്കാരനാണ് അങ്ങനെയൊന്നും എന്ത് ചെയ്യുന്നില്ല? മെത്രാൻ കരുതുന്നില്ല. മെത്രാൻ ഇയാളെ സ്വീകരിച്ച് എന്ത് ചെയ്തു? അവളെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയും ആഹാരം എന്ത് ചെയ്തു? സമ്മാനിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അന്ന് രാത്രി ഈ മെത്രാന്റെ ഭവനത്തിൽ ആര് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്? ഴാങ് മോഷണത്തിന് ശ്രമിക്കുന്നതാണ് നമ്മുടെ പാഠത്തിന്റെ സാഹചര്യം. ഇനി ഇയാൾ എങ്ങനെയാണ് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത്? ഇയാൾ എന്തൊക്കെയാണ് മോഷ്ടിക്കുന്നത്? മോഷ്ടിച്ചതിന് ശേഷം ഇയാൾ എവിടേക്ക് പോകുന്നുണ്ട്? അല്ലെങ്കിൽ മോഷ്ടിച്ചതിന് ശേഷം മെത്രാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അവസാനം ഇയാളെ പിടിക്കപ്പെടുന്ന സമയത്ത് മെത്രാൻ എന്തൊക്കെ ഉപദേശങ്ങളാണ് നൽകുന്നത്? തുടങ്ങിയിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നതെങ്കിലും ഇതിലെ ഓരോ വാക്കുകൾക്കും വളരെയധികം സമകാലിക പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും മെത്രാൻ പറയുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് പാഠം പഠിക്കുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യാം? വിശദമായിട്ട് പറയാം. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സന്ദർഭം മനസ്സിലായല്ലോ. ഈ ഴാങ് എന്ന കഥാപാത്രം എന്ത് ചെയ്യാണ്? അതെ, മെത്രാന്റെ ഭവനത്തില് മോഷണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. മെത്രാൻ എന്ന് പറയുന്നത് ഈ മാർപ്പാപ്പയ്ക്ക് നൽകുന്ന ഒരു ഉന്നത പദവിയാണ് മെത്രാൻ എന്ന് പറയുന്നത്. അത്രയും ഉയർന്നൊരു പദവിയാണ്. പക്ഷേ താൻ വന്നിരിക്കുന്നത് ഒരു മെത്രാന്റെ അടുത്താണെന്ന് ആർക്കറിയില്ല. ശരിക്കും ഈ ഴാങ്ങിന് അറിയില്ല. അയാൾ വിചാരിച്ച് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തിയാണ്, അല്ലെങ്കിൽ സുവിശേഷവാദവനും അങ്ങനെയൊക്കെയാണ് ആര് കരുതിയിരുന്നത്? നമ്മുടെ ഴാങ് കരുതിയത്. പക്ഷേ അയാൾ അങ്ങനെ ആയിരുന്നില്ല. ഈ ഭവനത്തിന് മെത്രാൻ എന്ന് പറയുന്നത് അതെ മാർപ്പാപ്പ അംഗീകരിച്ച് നൽകിയ വിശിഷ്ടമായ പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആരെന്ന് പറയുന്നത്? മെത്രാൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ പദവിയുടെ പേരാണ് മെത്രാൻ എന്ന്. പക്ഷെ ഇത് ആർക്കറിയില്ലായിരുന്നു? ഴാങ്ങിന് അറിയില്ല. അയാൾ വിചാരിച്ചു ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ് തന്റെ മുന്നിലിരിക്കുന്ന ഈ വയസ്സായ വ്യക്തി എന്നാണ് വിചാരിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഴാങ് ചെവിയോർത്ത് നോക്കി, ഒരൊച്ചയുമില്ല. അയാൾ വാതിലിന് ഒരു ഉന്ത് കൊടുത്തു. അകത്തു കടക്കാൻ നോക്കുന്ന പൂച്ചയുടെ കളവുള്ളതും സ്വസ്ഥതയില്ലാത്തതുമായ സൗമ്യഭാവത്തോടു കൂടി അനങ്ങാതെ
വിരൽത്തുമ്പ് കൊണ്ട് പതുക്കെ അയാൾ വാതിൽ ഉന്തി. അതായത് ഒരു പൂച്ച എങ്ങനെയാണോ വീടിനുള്ളിലേക്ക് സാവധാനം കിടക്കുന്ന ശബ്ദമുണ്ടാക്കാതെ, അതുപോലെ തന്റെ പെരുവിരലുകൾ ഊന്നി അമർന്ന് കാലുകളിൽ ശബ്ദമുണ്ടാക്കാതെ വളരെയധികം ശ്രദ്ധിച്ചാണ് ആര് നീങ്ങിയിരുന്നത്? ഴാങ് നീങ്ങിയിരുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. അകത്ത് കടക്കാൻ നോക്കുന്ന പൂച്ചയുടെ കളവുള്ളതും സ്വസ്ഥതയില്ലാത്തതുമായ സൗമ്യഭാവത്തോടു കൂടി അനങ്ങാതെ വിരൽത്തുമ്പ് കൊണ്ട് പതുക്കെ അയാൾ വാതിലുന്തി. പതുക്കെ ആ വാതിൽ എന്ത് ചെയ്തു? തുറന്നു. വാതിൽ ആ അമർച്ച കൊണ്ട് നീങ്ങി. ഉപായത്തിലുള്ള ആ നീങ്ങലിൽ പതുക്കെ ഒരു പഴുതുണ്ടായി. ഇയാൾ വളരെ പതുക്കെയാണ് തള്ളിയത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? വളരെയധികം ശബ്ദം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് വാതിൽ എന്ത് ചെയ്തത്? ചെറിയായിട്ടൊന്ന് നീങ്ങിയത്. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. പഴുതെന്ന് വെച്ചാൽ ഒരു വിടവുണ്ടായി. അയാൾ ഒരു നിമിഷ നേരം അനങ്ങാതെ നിന്നു. എന്നിട്ടും കുറെ കൂടി ധൈര്യം പിടിച്ച് ഒന്നുകൂടി ഉന്തി. അതായത് വാതിൽ നീങ്ങിയപ്പോൾ ഉണ്ടായ ചെറിയ ശബ്ദത്തിന് ആരും ഉണർന്നു എന്നറിയാൻ വേണ്ടി അയാൾ ഒന്ന് ശ്രദ്ധിച്ചു. വീണ്ടും അയാൾ എന്ത് ചെയ്തു? അതൊന്ന് തള്ളി. കാരണം കുത്തിയോടെ വിട ഉണ്ടെങ്കിൽ അകത്തേക്ക് കിടക്കാൻ കഴിയും. അത് പിന്നെയും ശ്രദ്ധിക്കാതെ നീങ്ങി. അയാൾക്കകത്തേക്ക് കടക്കാൻ വേണ്ട പഴുതായി. പക്ഷേ വാതിലിന്റെ അടുത്ത് ഒരു മേശ കിടന്നിരുന്നു. അതിന്മേൽ വാതിൽ തട്ടി കോണിച്ചു പോയത് കൊണ്ട് അകത്തേക്ക് കടപ്പാനുള്ള വഴി തടയപ്പെട്ടു. ഇയാളെ വീണ്ടും ശക്തിയായി തള്ളിയപ്പോൾ ഈ കഥ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്തു? അതെ, അവിടെ ഒരു മേശ കിടന്നു. മേശ തട്ടി നിന്നു. അപ്പോ അതൊന്ന് സൈഡ് തിരിഞ്ഞ് നിന്നുകൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അകത്തേക്ക് കയറാൻ കഴിയില്ല. അതായത് തുറന്ന കതവ്, പക്ഷെ ഒരു മേശ തട്ടി എന്ത് ചെയ്തോടെ നിന്നു. അതോടെ ഇയാൾക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. ഴാങ്ങിന് ആ അപകടം മനസ്സിലായി. എന്തു വന്നാലും ശരി, ആ പഴുതൊന്ന് വലുതാക്കി തീർക്കാതെ നിവർത്തിയില്ല. ഇനി തള്ളിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നുകിൽ മേശ നീങ്ങും, ശബ്ദം കേൾക്കും. എന്തെങ്കിലും സാധനം വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശബ്ദം കേൾക്കും, അല്ലെ? പക്ഷേ എനിക്ക് എങ്ങനെയും എന്ത് ചെയ്തേ പറ്റൂ? അകത്ത് കടന്നേ പറ്റൂ. അയാൾ മനസ്സുകൊണ്ട് നിശ്ചയിച്ചു. മുമ്പിലത്തെ രണ്ടിനേക്കാളും ഉറപ്പിച്ച് വാതിൽ ഒരു ഉന്തുകൂടി ഉന്തി. ഇക്കുറി എണ്ണ വേണ്ട വിധം കൊടുത്തിട്ടില്ലാത്ത ആ തിരിക്കുറ്റി പെട്ടെന്ന് ആ നിശബ്ദതയിൽ നീണ്ടതും ചിലമ്പിച്ചതുമായ ഒരു നിലവിളി പുറപ്പെടുവിപ്പിച്ചു, അല്ലെ? അപ്പൊ മേശ കിടക്കുന്നതുകൊണ്ട് നേരത്തെ തള്ളിയതുപോലെ തള്ളിയാൽ പോരാ, കുറച്ചുകൂടി എന്ത് ചെയ്യും? ശക്തിയായി തള്ളാം. ഇയാൾ എന്ത് ചെയ്തു? അതൊന്ന് ശക്തിയായിട്ട് തള്ളി. പക്ഷേ ഇതിന്റെ ആ ഒരു തിരിക്കുറ്റി എന്ന് വെച്ചാൽ നമ്മൾ വിജാഗിരി എന്നൊക്കെ പറയുന്ന പോലെ ആ കതവും ആ തടിയും തമ്മിലുള്ള ജോയിന്റ്, അത് എണ്ണ ഇടാതെ പഴക്കം ചെന്ന് എന്ത് ചെയ്തു? തുരുമ്പിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നീക്കിയ സമയത്ത് എന്ത് ചെയ്തു? വളരെയധികം വലിയൊരു ശബ്ദം അവിടെ കേട്ടു. അതാണ് പറയുന്നത്, എണ്ണ വേണ്ട വിധം കൊടുത്തിട്ടാത്ത തിരിക്കുറ്റി പെട്ടെന്ന് ആ നിശബ്ദതയ്ക്കിടയിൽ നീണ്ടതും ചിലമ്പിച്ചതുമായ ഒരു നിലവിളി പുറപ്പെടുവിച്ചു. രാത്രിയാണ് സമയം, എല്ലാവരും ഉറങ്ങി കിടക്കുകയാണ്, അന്തരീക്ഷം നിശബ്ദമാണ്, ചെറിയൊരു ശബ്ദം പോലും ഉച്ചത്തിൽ കേൾക്കാം. അപ്പൊ ഈ തിരിക്കുറ്റിയുടെ ആ ഒരു നിലവിളി എന്ത് ചെയ്തു? അവിടെ ഉച്ചത്തിൽ കേട്ടു. ഓക്കെ, വാതിൽ ശക്തിയായി തള്ളിയപ്പോൾ ഴാങ് നടുങ്ങി. അപ്പോ ശബ്ദം വളരെ അധികം ചെറുതായിരുന്നില്ല, നല്ല ഉച്ചത്തിൽ തന്നെയാണ് കേട്ടത്. അപ്പോൾ അയാൾക്ക് ഞെട്ടലുണ്ടായി. കാരണം ഈ ശബ്ദം കേട്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഇവിടെയുള്ള വീട്ടുകാരെന്ത് ചെയ്യും? വീട്ടുകാരല്ല, ആ ബന്ധപ്പെട്ട ആൾക്കാരെന്ത് ചെയ്യും? അവിടെ ഉള്ളവരെല്ലാം എഴുന്നേൽക്കും. ഇത് ഴാങ്ങിനെ അമ്പരപ്പുണ്ടാക്കി. അയാൾ പേടിച്ചുപോയി. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ശബ്ദം കേട്ട് ശരിക്കും ആരും ഉണർന്നിട്ടില്ല. പക്ഷെ ഴാങ് ചിന്തിക്കുകയാണ്, അങ്ങനെ ആരെങ്കിലും ഉണർന്നിരുന്നു എങ്കിൽ എന്തൊക്കെയാണ് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് സംശയം ഉണ്ടാവരുത്. അതിലേക്ക് എത്തുന്നുണ്ട്. അതിന് മുമ്പ് ശ്രദ്ധിക്കുക. ഴാങ് നടുങ്ങി. പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളിൽ വിചാരണയ്ക്കെടുക്കുമ്പോഴത്തെ തുളഞ്ഞു കയറുന്നതും ഭയം തോന്നിക്കുന്നതുമായ കാഹള ശബ്ദം പോലെ തിരുക്കുറ്റിയുടെ കരച്ചിലൊച്ച അയാളെ ചെകിട്ടിൽ അലച്ചു. അതായത് ഈ ശബ്ദം ഇയാൾക്ക് അത് എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ, അതായത് നമ്മൾ മരിച്ച് സ്വർലോകത്ത് ആകാശ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾ ഇവിടെ ചെയ്ത കുറ്റങ്ങൾ ഓരോന്നായിട്ട് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എണ്ണി ചോദിക്കും. നീ ഇന്ന കുറ്റങ്ങൾ ഇന്ന ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ശിക്ഷാവിധികൾ വിധിക്കില്ലേ? നമ്മൾ ഇന്ന കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ശിക്ഷാവിധി വിധിക്കും. അത് വിധിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഒരു കാഹളം മുഴക്കും, ഉച്ചത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നടുങ്ങുന്നത്, അതുപോലെ ഇപ്പോൾ ആര് നടുങ്ങുകയാണ്? ഈ ഴാങ് നടുകയാണ്. അതിൻ്റെ ഒരു വ്യംഗ്യാർത്ഥം കൂടിയുണ്ട്. ഇയാളെ ചെയ്തത് തെറ്റാണെന്ന് ഇയാൾക്കറിയാം. ഇതിനെല്ലാം അയാൾ അവിടെ ചെന്ന് എന്ത് ചെയ്യേണ്ടി വരും? മാപ്പ് പറയേണ്ടി വരുമെന്ന് ഴാങ്ങിന് അറിയാം. അപ്പൊ താൻ ചെയ്ത കുറ്റങ്ങൾ ഇവിടെ വെച്ച് പരലോകത്ത് വെച്ച് ദൈവം ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണി പറഞ്ഞിട്ട് തന്റെ ശിക്ഷാവിധി വിധിക്കുമ്പോൾ അവിടെ ഒരു കാഹളം മുഴക്കില്ലേ? ആ കാഹളം മുഴങ്ങുമ്പോൾ തന്റെ നെഞ്ചിടിപ്പ് എത്തായിരിക്കുമോ അതേ അവസ്ഥയിലാണ് താനിപ്പോൾ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത് എന്നാണ് ആ സന്ദർഭത്തിൽ പറയുന്നത്. അയാളെ ചെകിട്ടിൽ അലച്ചു. ആദ്യത്തെ അമ്പരപ്പിലും പരിഭ്രമത്തിലും അയാൾക്ക് ആ വാതിൽ തിരിക്കുറ്റി പെട്ടെന്ന് ജീവൻ പൂണ്ടതായും അത് പെട്ടെന്ന് ഒരു ഭയങ്കര ജീവിതം കൈക്കൊണ്ട് ഒരു നായയെ പോലെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കുവാനും ഉറങ്ങിക്കിടക്കുന്നവരെല്ലാം ഉണർത്തി അപകടം അറിയിക്കാനും വേണ്ടി കുരയ്ക്കുന്നതായും ഏതാണ്ട് തോന്നി.
ഇനി ഇയാൾക്ക് തോന്നലാണ്, ഇയാൾ തോന്നുന്ന കാര്യങ്ങളാണ്. അതായത് ഈ തിരിക്കുറ്റി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ ശരിക്കും ശബ്ദമുണ്ടാക്കുന്നത് ആരാണ്? പുറത്ത് കിടക്കുന്ന നായയായിരിക്കും. അതുപോലെ തന്നെ ഇയാൾ അനുഭവപ്പെട്ടു ഈ തിരിക്കുറ്റി ഒരു നായയാണ്, അല്ലെങ്കിൽ അത് ഈ തിരിക്കുറ്റി ഒരു ജീവൻ വെച്ച് എന്തായി തീർന്നു? നായയായി തീർന്നു. നായ എങ്ങനെയാണോ വീട്ടുകാരെ ഉണർത്തുന്നത്, അതുപോലെ ഈ തിരിക്കുറ്റി എന്ത് ചെയ്തു? ശബ്ദമുണ്ടാക്കി. ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ആ വീട്ടുകാരെ ഉണർത്തും. അതില് സംശയമില്ല. അതാണ് അയാൾക്ക് തോന്നിയ കാര്യം. അയാൾ വിറച്ചുകൊണ്ടും പരിഭ്രമിച്ചുകൊണ്ടും കുറച്ചിട്ട് അനങ്ങാതെ നിന്നു. കാൽപ്പെരുകളുടെ തുമ്പത്ത് നിന്ന് മാടമ്പുകളിലേക്ക് പിന്നോക്കം വീണു. 2 ചെന്നിക്കുമുള്ള രക്തനാടികൾ കൊല്ലന്റെ 2 കൂടങ്ങൾ പോലെ ആഞ്ഞടിക്കുന്നത് അയാൾ കേട്ടു. ഒരു ഗുഹയിൽ നിന്നും പുറപ്പെടുന്ന കാറ്റിന്റെ ഇരമ്പിച്ചോടുകൂടി അയാളുടെ മാരടത്തിൽ നിന്നും ശ്വാസാവേഗം തള്ളി വന്നു. ആ ശുണ്ഠി പിടിച്ച തിരിക്കുറ്റിയുടെ ഭയങ്കരമായ ഗർജനഘോഷം ഒരു ഭൂകമ്പത്തിന്റെ കുലുക്കം പോലെ ആ വീട്ടിലുള്ളവരെയെല്ലാം ഉണർത്തി. ലഹള കൂട്ടാതിരിക്കാൻ നിർവാഹമില്ലെന്ന് അയാൾക്ക് തോന്നി. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറയുന്നതെല്ലാം ഇയാളുടെ തോന്നലുകളാണ്. ആരുടെ? ഴാങ്ങിന്റെ. ശരിക്കും ആ വീട്ടിൽ ആരും ഉണർന്നിട്ടില്ല, അതിനി പറയുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് തോന്നുകയാണ് ഈ തിരിക്കുറ്റിയുടെ ശബ്ദം ഒരു നായയെ പോലെ ശബ്ദം ഉണ്ടാക്കിയെന്നും ആ ശബ്ദം കേട്ട് അവിടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്തു? ഉണർന്നു എന്നും. അപ്പൊ അയാൾക്ക് ഉണ്ടാവുന്ന പേടിയുമാണ് ഈ പറയുന്നത്. ഓക്കെ, അത് ഇപ്രകാരമാണ്. അയാൾ വിറച്ചുകൊണ്ടും പരിഭ്രമിച്ചുകൊണ്ടും കുറച്ചിട്ട് അനങ്ങാതെ നിന്നു. അതായത് ഈ ശബ്ദം കേട്ടപ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാതെ ഇയാൾ എന്ത് ചെയ്തു? കുറച്ചു നേരം അനങ്ങാതെ നിന്നു. കാൽപെരുവിലൂടെ തുമ്പത്ത് നിന്ന് മാടമ്പുകളിലേക്ക് പിന്നോക്കം വീണു. അതായത് നേരത്തെ കാല് പൊക്കി ഇങ്ങനെ ഊന്നി വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അയാൾ വീണ്ടും നേരെ നിന്നു. 2 ചെന്നിക്കുമുള്ള രക്തനാടികളിൽ കൊല്ലന്റെ 2 കൂടങ്ങൾ ആഞ്ഞടിക്കുന്നത് അയാൾ കേട്ടു. അതായത് തന്റെ തലക്കിരിവശം, ചെന്നി എന്ന് വെച്ചാൽ തലക്കിരിവശം, അവിടെ ഈ രക്തനാടികൾ എന്ത് ചെയ്യുന്നത്? ആ കൊല്ലൻ ആലയിൽ എങ്ങനെയാണോ കൂടങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ ഈ നമ്മളെ ചുറ്റിയെന്നാ പറയില്ലേ, അതുപോലെ അതുകൊണ്ടിട്ട് എങ്ങനെയാണോ ആ ഇരുമ്പിൽ അടിക്കുന്നത്, അതുപോലെ തന്റെ ഇരുവശവും അയാൾക്ക് എന്ത് ചെയ്യാൻ തോന്നി? രക്തനാടികൾ ഇടിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാളുള്ള ഭയമാണ് പറയുന്നത്. അതായത് കൊല്ലന്റെ ആലയിൽ എങ്ങനെയാണോ ഇരുമ്പില് ചുറ്റികൾ കൊണ്ട് അടിക്കുന്നത്, അതുപോലെ തന്റെ തലയുടെ ഇരുവശവും രക്തനാടികൾ അങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഒരു ഗുഹയിൽ നിന്നും പുറപ്പെടുന്ന കാറ്റിന്റെ ഇരുമ്പിച്ചോടുകൂടി അയാളുടെ മാരടത്തിൽ നിന്നും ശ്വാസാവേഗം തള്ളി വന്നു. അയാളുടെ ശ്വാസോച്ഛ, അതായത് ഈ ശ്വസിക്കുന്നതും അത് നിശ്വാസിക്കുന്നതും എല്ലാം എന്ത് ചെയ്തു? വളരെയധികം വേഗത്തിലായി തീർന്നു. ആ ശുണ്ഠി പിടിച്ച തിരിക്കുറ്റിയുടെ ഭയങ്കരമായ ഗർജനഘോഷം ഒരു ഭൂകമ്പത്തിന്റെ കുലുക്കം പോലെ ആ വീട്ടിലുള്ളവരെല്ലാം ഉണർത്തി. ലഹള കൂട്ടാതിരിക്കാൻ നിർവാഹമില്ലെന്ന് അയാൾക്ക് തോന്നി. അയാൾക്ക് ഉറപ്പായിരുന്നു എന്തായാലും ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഈ ശബ്ദം കേൾക്കും. അത്ര ഉച്ചത്തിലുള്ള ശബ്ദമാണ്. ആ ശബ്ദം ആ വീട്ടുകാരെ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഉണർത്തുമെന്ന് അയാൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആ വീട്ടിലുള്ളവരെല്ലാം ഉണർത്തി. ലഹള കൂട്ടാതിരിക്കാൻ നിർവാഹമില്ലെന്ന് അയാൾക്ക് തോന്നി. അയാൾ ഉന്തിയ വാതിലിൽ വരാൻ പോകുന്ന അപകടമറിഞ്ഞ് കൂക്കി വിളി കൂട്ടി. ആ വയസ്സൻ ഇപ്പോൾ കടന്നെഴുന്നേൽക്കും. ആ 2 വൃദ്ധ സ്ത്രീകളും ഉറക്കി നിലവിളിക്കും. ആളുകളെല്ലാം സഹായത്തിന് ഓടിയെത്തും. 1/4 മണിക്കൂർ കൊണ്ട് പട്ടണം മുഴുവൻ ഇളകി മറിഞ്ഞ് ലഹളയായി. പോലീസുകാർ ചാടി വീഴും. 2 നിമിഷത്തേക്ക് അയാൾ തന്റെ കാര്യം പോയി എന്ന് തീർച്ചപ്പെടുത്തി. അയാൾക്ക് ഉറപ്പായിരുന്നു എന്തായാലും എന്ത് ചെയ്യും? നാട്ടുകാർ മൊത്തം ഓടി വരും. ആ വൃദ്ധനാണ് അവിടുത്തെ മെത്രാൻ. ആ കളവൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ മെത്രാണെന്ന് അറിയില്ല. ശരിക്കും ആ വയസ്സായ മനുഷ്യൻ എന്ത് ചെയ്യും? അയാള് ഉറക്കം എഴുന്നേൽക്കും. മാത്രമല്ല അവിടെ 2 സ്ത്രീകളുണ്ട്, അവരും എന്ത് ചെയ്യും? എഴുന്നേൽക്കും. അങ്ങനെ അവർ ബഹളം വയ്ക്കും. നാട്ടുകാർ മൊത്തം ഓടി വരും. പോലീസ് എന്നെ വീണ്ടും പിടിക്കും. അങ്ങനെ എന്റെ ജീവിതം എന്ത് ചെയ്യും? വീണ്ടും അവസാനിക്കും. ഉപ്പ് കൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നിടത്ത് തന്നെ വീഴ്ചകൊണ്ട് നിന്നു. ഈ ഒരു പ്രസ്താവന സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതായത് ഉപ്പ് കൊണ്ടുള്ള ഒരു പ്രതിമ, സാഹചര്യം എന്നൊന്ന് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ അതേ ഭാഗം, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ ഭാഗം. അതായത് എന്തുണ്ടായത്? ആ വാതിൽ തുറന്നപ്പോൾ ആ തിരിക്കുറ്റി നായയുടെ കുരയ്ക്കുന്നത് പോലെ അത്രയും ശബ്ദമുണ്ടാക്കി വീട്ടുകാരെ ഉണർത്തിയിരുന്നു എങ്കിൽ, അല്ലെ, തന്നെ പോലീസ് പിടിച്ചിരുന്നു എങ്കിൽ, അതൊക്കെ ആലോചിക്കുമ്പോൾ അയാളുണ്ടാകുന്ന ഭയം, അയാളുടെ ഉണ്ടായിരുന്ന നെഞ്ചെടുപ്പ്, അയാളുടെ ശ്വാസഗതി കൂടിയത്, അയാളുടെ ചെന്നിയുടെ ഇരുവശവും രക്തനാടികൾ ശക്തമായിട്ട് ഇടിച്ചത്. എങ്ങനെയാന്ന് വെച്ചാൽ കൊല്ലന്റെ ആലയിൽ എന്ത് ചെയ്യുമ്പോൾ ഇരുമ്പില് ചുറ്റികൾ കൊണ്ടടിക്കുമ്പോൾ എന്തുമാത്രം ശബ്ദം കേൾക്കുമോ അത്രയും ശക്തിയോടെയാണ് അയാളെ എന്ത് ചെയ്തത്? നെറ്റി ഇരുവശവുമുള്ള നാടികൾ എന്ത് ചെയ്തത്? ഇടിച്ചത്, അല്ലെ? അപ്പൊ ഇതെല്ലാം ഓർത്ത് തനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? വീണ്ടും 19 വർഷം ജയിൽ കിടന്നിട്ടാണ് വന്നിരിക്കുന്നത്. വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? താൻ ജയിൽ അടക്കിയപ്പോൾ ഇതൊക്കെ ഓർത്തപ്പോൾ അയാളുണ്ടെന്നോ പേടി തോന്നി. അയാൾ എന്ത് ചെയ്തു? അനക്കമില്ല. നാളും ഉപ്പ് പോലുള്ള പ്രതിമ പോലെ നിന്നു. സന്ദർഭം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് എഴുതാം. ചോദിച്ചിട്ടുണ്ട് വരാനുള്ള പരീക്ഷയ്ക്ക്. ഉപ്പ് കൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നെടുത്ത് തന്നെ മിഴിച്ചുകൊണ്ട് നിന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആ സാഹചര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് അതിന്റെ സാഹചര്യം. ഓക്കെ, മിഴിച്ചുകൊണ്ട് നിന്നു. ഒന്നനങ്ങുവാൻ അയാൾക്ക് ധൈര്യമുണ്ടായില്ല. അനവധി നിമിഷങ്ങൾ കഴിഞ്ഞു. വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. അയാൾ പതുക്കെ അങ്ങേ മുറിയിലേക്ക് പതുങ്ങിക്കിടക്കാൻ നോക്കി. അവിടെ ഒരനക്കവുമില്ല. അയാൾ ചെവിയോർത്തു.
ആ വീട്ടിലെങ്ങും ഒരനക്കത്തിന്റെ വട്ടമില്ല. ആ മണ്ണ് പിടിച്ച തിരിക്കുറ്റി ഉണ്ടാക്കി തീർത്ത ഒച്ചപ്പാട് ഒരു മനുഷ്യനെയും ഉണർത്തിയിട്ടില്ല. അയാൾ പേടിച്ചത് വെറുതെ ആയിരുന്നു. ഇത്രയും പേടിച്ചത് വെറുതെ ആയിരുന്നു. കാരണം ആ ശബ്ദം കേട്ടിട്ട് ആ വീട്ടിൽ ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഉണർന്നിട്ടില്ല. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. അയാൾ പതുക്കെ അങ്ങേ മുറിയിലേക്ക് കടക്കാൻ നോക്കി. ഒരനക്കവുമില്ല. അയാൾ ചെവിയോർത്തു. ആ വീട്ടിലെങ്ങും ഒരനക്കത്തിന്റെയും വട്ടമില്ല. ആ മണ്ണ് പിടിച്ച് തിരിക്കുറ്റി ഉണ്ടാക്കി തീർത്ത ഒച്ചപ്പാട് ഒരു മനുഷ്യനെ എന്ത് ചെയ്തിട്ടില്ല, ഉണർത്തിയിട്ടില്ല. അയാൾ പേടിച്ചതെല്ലാം വെറുതെ ആയിരുന്നു. ആ ഒന്നാമത്തെ അപകടം അങ്ങനെ കഴിഞ്ഞു. എങ്കിലും അപ്പോഴും അയാളുടെ മനസ്സിൽ ഒരു വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു. ഏതായാലും അയാൾ പിന്നോക്കം വച്ചില്ല. തൻ്റെ കാര്യം പോയി എന്ന് തോന്നിയിരുന്നപ്പോൾ കൂടി അയാൾ പിന്നോക്കം വയ്ക്കുകയുണ്ടായിട്ടില്ല. അയാളുടെ അപ്പോഴത്തെ ആലോചന കഴിയുന്നതും വേഗത്തിൽ കാര്യം കഴിച്ചുകൂട്ടണമെന്ന് മാത്രമായിരുന്നു. അയാൾ ഒരടി മുന്നോട്ട് വെച്ച് മുറിക്കകത്ത് കടന്നു. അല്ലെ, മടങ്ങിപ്പോവാനല്ല വന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനുഭവിക്കാൻ പോകുന്നത് കൊടിയ ദാരിദ്ര്യമാണ്. അപ്പോൾ തന്റെ ശ്രമം അയാൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ ശ്രമത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ ശബ്ദമുണ്ടാക്കിയാൽ പോലും അയാൾ തിരിഞ്ഞോടിയില്ല, മറിച്ച് അവിടെ അനങ്ങാതെ നിൽക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും എന്ത് പ്രശ്നമുണ്ടായാലും താൻ എന്ത് ചെയ്യും, തന്റെ ശ്രമം തുടരും എന്ന ഉദ്ദേശത്തോടെ അയാൾ എന്ത് ചെയ്ത് വീണ്ടും മുന്നോട്ട് നീങ്ങിയാണ്. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ആ ഒന്നാമത്തെ അപകടം അങ്ങനെ കഴിഞ്ഞു. എങ്കിലും അപ്പോഴും അയാളുടെ മനസ്സിൽ ഒരു വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു. ഏതായാലും അയാൾ പിന്നോക്കം വച്ചില്ല. തന്റെ കാര്യം പോയി എന്ന് തോന്നിയിരുന്നപ്പോൾ കൂടി, അത് നേരത്തെ സംഭവം, അപ്പോൾ കൂടി അയാൾ പിന്നോക്കം വച്ചില്ല. നേരത്തെ പറഞ്ഞു, അയാൾ പ്രതിമ പോലെ അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അയാളുടെ അപ്പോഴത്തെ ആലോചന കഴിയുന്നതും വേഗത്തിൽ കാര്യം കഴിച്ചുകൂട്ടണമെന്ന് മാത്രമായിരുന്നു. അയാൾ ഒരടി മുന്നോട്ട് വെച്ച് മുറിക്കകത്ത് കടന്നു. ക്ഷണത്തിൽ കട്ടിൽ പിന്നിട്ട് മെത്രാന്റെ നേരെ നോക്കാതെ ചുമർക്കൂടിന്റെ അടുക്കിലേക്ക്, അത് കട്ടിലിന്റെ തലക്കൽ ഭാഗത്തായി കണ്ടു, അയാൾ പാഞ്ഞു. പൂട്ട് തകർക്കുന്നതിനെന്ന പോലെ തന്റെ ഇരുമ്പ് വിളക്കുകാൽ പൊക്കി. താക്കോൽ അതിനുള്ളിലുണ്ടായിരുന്നു. അയാൾ അത് തുറന്നു. ഒന്നാമതായി കണ്ണ് ചെന്നത് വെള്ളി സാമാനങ്ങളുടെ കൊട്ടമേലാണ്. അയാൾ അതെടുത്ത് നീണ്ട കാൽവെപ്പുകളോടുകൂടി യാതൊരു മുൻകരുതലും ഇല്ലാതെ താൻ ഉണ്ടാക്കി തീർക്കുന്ന ഒച്ചയെപ്പറ്റി ലേശമെങ്കിലും ആലോചിച്ച് ബുദ്ധിമുട്ടാതെ ആ മുറിയുടെ അപ്പുറത്ത് കടന്നു. ഈശ്വരവന്ദന മുറിയിലെത്തി. ജനാല തുറന്നു. ആ പൊന്തൻ വടിയെടുത്തു. നിലത്തുള്ള ജനാല കട്ടിളപ്പടി കവച്ചു കടന്നു. വെള്ളി സാമാനം പട്ടാള മാറാപ്പിലിട്ടു. കൊട്ട വലിച്ചെറിഞ്ഞു. തോട്ടം പിന്നിട്ടു. നരിയെപ്പോലെ മതിൽ ചാടിക്കടന്ന് ഒരു പാച്ചിൽ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗത്തിന്റെ അവിടെ ഒരു 3 കുത്തിട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ല എന്ന് വെച്ചാൽ നോവലിൽ ഇതിനിടയ്ക്ക് മറ്റു ഭാഗങ്ങൾ വരുന്നുണ്ട്. അത് വിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള അടുത്ത ഭാഗത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് അവിടെ ആ ഒരു 3 സ്റ്റാർട്ട് കഴിയുന്നതിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ പിന്നീട് അയാൾ ആ മോഷണം ശ്രമിക്കുന്നു. ആ മോഷണം അയാൾ സാധനങ്ങൾ മോഷ്ടിക്കുന്നു. വെള്ളി സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, അയാൾ മോഷ്ടിക്കുന്നത്. അതെങ്ങനെ മോഷ്ടിക്കുന്നു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ക്ഷണത്തിൽ കട്ടിൽ പിന്നിട്ടു. മെത്രാന്റെ നേരെ നോക്കാതെ ചുമർക്കൂടിന്റെ അടുക്കിലേക്ക്, മെത്രാനെ നോക്കാതെ അയാൾ എന്ത് ചെയ്തു, ആ സ്ഥലത്തേക്ക് പോയി. അത് കട്ടിലിന്റെ തലഭാഗത്തായിട്ട് കണ്ടു. അയാൾ പാഞ്ഞു. പൂട്ട് തകർക്കുന്നതിനെന്ന പോലെ തന്റെ ഇരുമ്പ് വിളക്കുകാൽ പൊക്കി. താക്കോൽ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അയാൾ അത് തുറന്നു. അല്ലെ, അതായത് ആ മെത്രാന്റെ വീട്ടിൽ ഒന്നും ഒളിപ്പിച്ചു വെച്ചിരുന്നില്ല. എല്ലാം പരസ്യമായിട്ട് തന്നെയാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇതെല്ലാം എടുക്കാൻ എളുപ്പമായിരുന്നു. താക്കോൽ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അയാൾ അത് തുറന്നു. ഒന്നാമതായി കണ്ണ് ചെന്നത് വെള്ളി സാമാനങ്ങളുടെ കൊട്ടമേലാണ്. ആ തുറന്നപ്പോൾ കണ്ടത് വെള്ളി സാധനങ്ങൾ ഇരിക്കുന്ന ഒരു കൊട്ട അയാൾ കണ്ടു. അയാൾ അതെടുത്ത് നീണ്ട കാൽവെപ്പോടുകൂടി യാതൊരു മുൻകരുതലും ഇല്ലാതെ താൻ ഉണ്ടാക്കി തീർക്കുന്ന ഒച്ചയെപ്പറ്റി ലേശമെങ്കിലും ആലോചിച്ച് ബുദ്ധിമുട്ടാതെ ആ മുറിയുടെ അപ്പുറത്തേക്ക് കടന്നു. ഈ സാധനം കിട്ടിയപ്പോൾ അയാളുടെ ആവേശം കൂടി. പിന്നീട് അയാൾ നേരത്തെ നടന്നതുപോലെ അത്രയും ശബ്ദമുണ്ടാക്കാതെ, അല്ലെങ്കിൽ പൂച്ചയെ പോലെ നടന്നു എന്ന് നേരത്തെ പറഞ്ഞു, അങ്ങനെയല്ല. പിന്നീട് കിട്ടിയപ്പോൾ അയാളുടെ ആവേശം കൂടി. അയാൾ വളരെ വേഗത്തിൽ എന്ത് ചെയ്തു, നടക്കുകയും താൻ ഉണ്ടാക്കുന്ന ശബ്ദമൊക്കെ ആരെങ്കിലും കേൾക്കുമെന്നുള്ള ടെൻഷൻ പോലും, അല്ലെങ്കിൽ ആ ഒരു പേടി പോലും അയാൾക്കപ്പോൾ ഉണ്ടായിരുന്നില്ല. ബുദ്ധിമുട്ടാതെ ആ മുറിയുടെ അപ്പുറത്ത് കടന്നു. ഈശ്വരവന്ദന മുറിയിലെത്തി. ജനാല തുറന്നു. ആ പൊന്തൻ വടിയെടുത്തു. നിലത്തുള്ള ജനാല കട്ടിളപ്പടി കവച്ചു കടന്നു. അതായത് അടുത്ത മുറിയിലെത്തി. അവിടെ നിന്ന് ജനാലയോട് എന്ത് ചെയ്തു, പുറത്തേക്ക് ചാടി. വെള്ളി സാമാനം പട്ടാള മാറാപ്പിലിട്ടു. തന്റെ സഞ്ചിയിൽ എന്ത് ചെയ്തു, ഈ വെള്ളി സാമാനങ്ങളെല്ലാം പറക്കി വെച്ചു. എന്നിട്ട് അതെടുത്തുകൊണ്ട്, അതായത് കൊട്ടയ്ക്കകത്താണ്ടിരുന്നു, ആ കൊട്ടയെടുത്ത് എന്ത് ചെയ്തു, പുറത്തേക്ക് എറിഞ്ഞു. തോട്ടം പിന്നിട്ടു. നരിയെപ്പോലെ മതിൽ ചാടിക്കടന്ന് ഒരു പാച്ചിൽ കൊടുത്തു. അങ്ങനെ ആ മതിൽ ചാടി എന്ത് ചെയ്തു, അയാള് പുറത്തേക്ക് പോയി. അതായത് ഈ വെള്ളി സാമാനമുള്ള ഒരു കുട്ടയ്ക്കായിട്ട് ഇട്ട് വെച്ചിരുന്നു. ആ സാമാനങ്ങളെല്ലാം ഇയാൾ എന്ത് ചെയ്തു, തന്റെ സഞ്ചിയിലാക്കിയിട്ട് കുട്ട എന്ത് ചെയ്തു, പുറത്ത് തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മതിൽ ചാടിക്കടന്ന് എന്ത് ചെയ്തു, അയാള് പുറത്തേക്ക് ഓടി. പിറ്റേ ദിവസം രാവിലെ മോൺസിനിയർ ബിയാങ് വെന്യൂ
തോട്ടത്തിൽ നടക്കുകയായിരുന്നു. തികഞ്ഞ സംഭ്രമത്തോടു കൂടി മദാം മഗ്ലോർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പാഞ്ഞു ചെന്നു. മോൺസിനിയർ, മോൺസിനിയർ, അവൾ ഉച്ചത്തിൽ പറഞ്ഞു, വെള്ളി സാമാനങ്ങൾ വയ്ക്കുന്ന കൊട്ട എവിടെയെന്ന് ഇവിടേക്ക് അറിയാമോ? ഉവ്വ്, മെത്രാൻ മറുപടി പറഞ്ഞു. ഓക്കെ, ആ മോൺസിനെ വെച്ചാൽ ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുന്നത് അടുത്ത ദിവസം നേരം വെളുത്തു. മെത്രാൻ അതുപോലെ എന്ത് ചെയ്തു? ആ പുറത്തെ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ മദാം മഗ്ലോർ എന്ന് പറയുന്ന അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നവര് അവരെന്ത് ചെയ്തു? നമ്മുടെ മെത്രാന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയാണ്, മോൺസിനിയർ, മോൺസിനിയർ, അവൾ ഉച്ചത്തിൽ പറഞ്ഞു, വെള്ളി സാമാനങ്ങൾ വയ്ക്കുന്ന കൊട്ട എവിടെയാണെന്ന് ഇവിടേക്ക് അറിയാമോ? അതായത് നമ്മുടെ വെള്ളി സാധനങ്ങൾ വയ്ക്കുന്ന കുട്ട, നേരത്തെ നമ്മുടെ കഴിഞ്ഞ ദിവസം രാത്രി ഴാങ് മോഷ്ടിച്ചു കൊണ്ടുപോയ ആ കുട്ട, അതിനകത്ത് എന്തുണ്ടായിരുന്നു? വെള്ളി സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആ കുട്ട നിങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ താങ്കൾ കണ്ടു എന്ന് ആരോട് ചോദിച്ചു? മോൺസിനിയർ, അത് മെത്രാനോട് ചോദിച്ചു. അപ്പൊ മെത്രാൻ പറഞ്ഞു, ഉവ്വ്, ഞാൻ കണ്ടു. മെത്രാൻ മറുപടി പറഞ്ഞു, യേശു ക്രിസ്തു, അവിടുത്തെ കൃപ. അവൾ തുടർന്ന് പറഞ്ഞു, അതെന്തായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പൂച്ചെടിച്ചട്ടിയിൽ നിന്ന് മെത്രാൻ അപ്പോൾ തന്നെയാണ് അത് കണ്ടെടുത്തത്. അതിനെ അദ്ദേഹം മദാം മഗ്ലോർക്ക് സമ്മാനിച്ചു. അല്ലെ, അപ്പൊ ഈ മദാം മഗ്ലോറാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീ. അവര് പറഞ്ഞു, ഓ, രക്ഷപ്പെട്ടു, അല്ലെ, ദൈവത്തെ വിളിക്കുകയാണ്, യേശു ക്രിസ്തു, അവിടുത്തെ കൃപ. അവൾ തുടർന്നു, അതെന്തായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ നോക്കിയപ്പോൾ അത് അവിടെ കണ്ടില്ല. ആ വെള്ളി സാമാനങ്ങൾ വയ്ക്കുന്ന കൊട്ടയും അതിനുള്ളിലുള്ള വെള്ള സാമാനങ്ങൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ താങ്കൾക്ക് അറിയാമല്ലോ, അതായത് താങ്കൾ എവിടെയെടുത്ത് മാറ്റി വെച്ചതായിരിക്കും എന്ന ഉദ്ദേശത്തിലാണ് അവർ പറഞ്ഞത്. എനിക്ക് ആശ്വാസമായി. അപ്പോൾ ഇയാൾ പറയുന്നത്, അതായത് നമ്മുടെ മെത്രാൻ പറയുകയാണ്, ഒരു പൂച്ചെടിച്ചട്ടിയിൽ നിന്ന് മെത്രാൻ അപ്പോൾ തന്നെയാണ് അത് കണ്ടെടുത്തത്. മെത്രാൻ അത്ര നേരം കണ്ടിരുന്നില്ല. ഇവരാ പറയുന്ന സമയത്താണ് മെത്രാൻ ശ്രദ്ധിച്ചത്, ആ കുട്ട എവിടെ കിടപ്പുണ്ടായിരുന്നു? ആ ഒരു ചെടിയുടെ മുകളിൽ കിടപ്പുണ്ട്. അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് അറിയാമെന്ന് പറഞ്ഞത്. അതിനെ അദ്ദേഹം മദാം മഗ്ലോർക്ക് സമ്മാനിച്ചു. ആ ചട്ടിയിൽ നിന്നും, നേരത്തെ ഞാൻ പറഞ്ഞു, തലേ ദിവസം ഴാങ് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞത് ഒരു ചെടിയുടെ പുറത്തേക്കാണ് വീണത്. ആ ചെടിയിൽ മുകളിൽ കിടന്ന ആ കുട്ടയെടുത്ത് എന്ത് ചെയ്തു? അദ്ദേഹം ആർക്ക് കൊടുത്തു? മദാം മഗ്ലോർക്ക് കൊടുത്തു. ഇതാ നിങ്ങൾ അന്വേഷിച്ച കുട്ട എന്ന് പറഞ്ഞു. അതിതാ, അതുവ്, അവൾ പറഞ്ഞു, ഉള്ളിലൊന്നുമില്ല, വെള്ളി സാമാനം. പക്ഷെ ശരിക്കും അവർ ഉദ്ദേശിച്ചത്, അതായത് മദാം മഗ്ലോർ ഉദ്ദേശിച്ചത് ഈ കുട്ടയല്ല, അതിനകത്തുണ്ടാകുന്ന വില പിടിച്ചിട്ടുള്ള വെള്ളി സാധനങ്ങളാണ് അവർ ഉദ്ദേശിച്ചത്. അവർ പറഞ്ഞു, ആ കുട്ടേരാരും എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് കുട്ടയല്ല, അതിലുള്ള വെള്ളി സാമാനങ്ങളാണെന്നാണ് ആര് പറഞ്ഞത്? മദാം മഗ്ലോർ പറഞ്ഞു. മെത്രാൻ മറുപടി പറഞ്ഞു, അപ്പോൾ വെള്ളി സാമാനമാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ അതെവിടെയാണെന്ന്. മെത്രാൻ പറഞ്ഞു, ഈ കുട്ടയല്ല അപ്പൊ നീ അന്വേഷിച്ചത്, അതിലെ വില പിടിച്ചിട്ടുള്ള വെള്ളി സാമാനങ്ങളാണ് നിന്നെ ഇത്രയും നേരം എന്ത് ചെയ്തത്? ബുദ്ധിമുട്ടിച്ചത്. ആ പ്രസ്താവന വളരെ യോജിക്കുന്നതാണ്. അതായത് കുട്ടയല്ല അന്വേഷിച്ചത്, അതിലുള്ള വില പിടിച്ചിട്ടുള്ള സാധനങ്ങളാണ് നിന്നെ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വളരെയധികം ടെൻഷൻ അടിപ്പിക്കുന്നത്, അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഭഗവാനെ, എന്റെ ഈശ്വര, അത് കട്ടുപോയി. ഇന്നലെ രാത്രി ഇവിടെ വന്ന മനുഷ്യൻ അത് കട്ടു, അല്ലേ? അപ്പൊ ഇവർക്ക് മനസ്സിലായി, ഇവിടെയുള്ള മറ്റാരും അത് എടുക്കില്ല. ഇന്നലെ രാത്രി ഇവിടെ നിന്ന ആ മനുഷ്യനാണ് അത് കട്ടതെന്ന് മദാം മഗ്ലോർ ഉറപ്പിക്കുകയാണ്. ചൊടിയുള്ള ഒരു വൃദ്ധയുടെ ജാഗ്രതയോടുകൂടി മദാം മഗ്ലോർ ഒരു നിമിഷം നേരം കൊണ്ട് ഈശ്വരവന്ദന മുറിയിലേക്ക് പാഞ്ഞു. ക്ഷണത്തിൽ ഉള്ളറയിൽ പോയി മെത്രാന്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചെത്തി. മെത്രാൻ ആ സമയത്ത് കുനിഞ്ഞു നിന്ന് കുട്ട തടത്തിൽ വീണത് കൊണ്ട് കേടുവന്ന ഒരു പൂച്ചെടിയെ സൂക്ഷിച്ചു നോക്കി വ്യസനിക്കുകയായിരുന്നു. മദാം മഗ്ലോറുടെ നിലവിളി കേട്ട് അദ്ദേഹം നിവർന്നു. അതായത് മദാം മഗ്ലോർ ഉറപ്പിക്കുകയാണ്, തലേ ദിവസം ഇവിടെ വന്ന ആ വ്യക്തി അയാൾ ആയിരിക്കും മോഷ്ടിച്ചത്. ഉറപ്പിക്കാൻ വേണ്ടി, അയാളവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മദാം മഗ്ലോർ നേരെ എന്ത് ചെയ്തു? അയാൾ കിടന്ന ആ സ്ഥലത്തേക്ക് പോയി നോക്കി. അയാൾ അവിടെ ഇല്ല, ഉറപ്പിച്ചു ഇയാൾ തന്നെയാണ് മോഷ്ടിച്ചത്. തിരിച്ച് അയാൾ പോയി എന്ന് പറയാൻ വേണ്ടി ഓടി ആരടുത്ത് വരികയാണ്? നമ്മുടെ ഈ മെത്രാന്റെ അടുത്തേക്ക് വരികയാണ്. മെത്രാൻ ആ സമയത്ത് തലേ ദിവസം ഴാങ് എടുത്തെറിഞ്ഞ് കുട്ട വീണെന്ന് ഞാൻ പറഞ്ഞൊരു ചെടിയുടെ മുകളിലാണ് വീണത്. ആ ചെടി എന്ത് ചെയ്തു? ചെറുതായിട്ട് ഒടിഞ്ഞു പോയി. ആ ചെടിയെന്ന് നൂത്ത് വെച്ച് അത് ഒഴിഞ്ഞത് ഓർത്ത് വിഷമിക്കുകയാണ്. ഇവിടെ മെത്രാന്റെ വിഷമം തന്റെ വീട്ടിലുണ്ടായിരുന്ന വില പിടിച്ച വെള്ളി സാമാനങ്ങൾ പോയതിലല്ല, മറിച്ച് ആ കുട്ട എടുത്തെറിഞ്ഞപ്പോൾ ഉണ്ടായ ആ ചെടിക്കുണ്ടായ പരിക്കിനെ ഓർത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വിഷമിച്ചത്. ഓക്കെ, മോൺസിനിയർ, ആ മനുഷ്യൻ ചാടി വെള്ളി സാമാനം കട്ടു. ഇവർ ഓടി എന്നിട്ട് പറയാണ്, അയാൾ പോയി ചാടി, അയാൾ പൊക്കളഞ്ഞു, അയാള് നമ്മുടെ വെള്ളി സാമാനം എന്ത് ചെയ്തു? കട്ടു, മോഷ്ടിച്ചു. ഇത് ഉച്ചത്തെ വിളിച്ചു പറഞ്ഞതോടുകൂടി അവളുടെ നോട്ടം തോട്ടത്തിന്റെ ഒരു മൂലയിലേക്ക് ചെന്നു. മതിൽ ചാടിക്കടന്നതിന്റെ അടയാളം അവിടെ കാണാമായിരുന്നു. മതിലിന്റെ മുകളിലത്തെ കമിഴ്ത്ത് കല്ല് പൊളിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് സംശയം, ഇയാൾ എങ്ങനെയായിരിക്കും പോയിട്ടുള്ളത്? അവരിങ്ങനെ സുരിച്ച് പരിസരമൊക്കെ നോക്കി മനസ്സിലായി, മതിലിൽ ഇങ്ങനെ കാലൊക്കെ പതിഞ്ഞ് പാടുണ്ട്. മാത്രമല്ല അതിൽ വെച്ചിരുന്ന കല്ലൊക്കെ എന്ത് ചെയ്തു? താഴെ വീണിരിക്കുന്നു. ഉറപ്പിച്ചു അയാൾ അതുവഴി എന്ത് ചെയ്താ? മതിൽ ചാടി പോയതാണ്. നിൽക്കൂ, ഇതാ അവൻ പോയിട്ടുള്ള വഴി. അവൻ ഇതിലെ
അവൻ അതിലെ കോഷ്വില ഇടവഴിയിലേക്ക് എടുത്തു ചാടി. ആ എന്തൊരു ഗ്രഹപ്പിഴ, അവർ നമ്മുടെ വെള്ളി സാമാനം കട്ടു. ഈ മദാമകളാർക്ക് വളരെയധികം ടെൻഷൻ അല്ലെ, തന്റെ വീട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടായിരുന്ന വില പിടിച്ച സാധനങ്ങൾ അയാൾ കട്ടുകൊണ്ടുപോയി എന്ന് ഓർത്തപ്പോൾ അയാൾ ഇങ്ങനെ പോയി എന്നൊക്കെ ആരടുത്ത് പറയാണ്, മെത്താന്റെ അടുത്ത് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇതുവഴിയാണ് പോയത്, മതിലാടിയാണ് പോയത്, നമ്മുടെ വെള്ളി സാമാനുള്ള കട്ടു. ഇവരിത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെത്താൻ ഒരു നിമിഷത്തേക്ക് ഒന്നും മിണ്ടാതെ നിന്നു. തന്റെ സഗൗരവമായ ദൃഷ്ടിയെ അദ്ദേഹം മേൽപോട്ട് ഉയർത്തി സൗമ്യസ്വരത്തിൽ മദാമകളോട് പറഞ്ഞു, അപ്പോൾ ഒന്നാമത് ആ വെള്ളി സാമാനം നമ്മുടെയായിരുന്നു. ഈ ചോദ്യം വളരെയധികം പ്രസക്തമാണ്. ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമകാലിക പ്രസക്തി ഏറെയുള്ള ഒരുപാട് പ്രസ്താവനകൾ ആര് പറയുന്നുണ്ട്, മെത്രാൻ പറയുന്നുണ്ട്. അതിലൊരു പോയിന്റാണ് അപ്പോൾ ഒന്നാമത് ആ വെള്ളി സാമാനം നമ്മുടെയായിരുന്നുവോ. അതിന്റെ കൂടുതൽ വിശദീകരണം താഴെ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട് താഴേക്ക് പോവാം. നോക്കൂ, മെത്രാൻ ഒരു നിമിഷം നേരത്തേക്ക് ഒന്നും മിണ്ടാകുന്നു. തന്റെ സഗൗരവമായ ദൃഷ്ടിയെ അദ്ദേഹം മേൽപോട്ട് ഉയർത്തി സൗമ്യസ്വരത്തിൽ മദാമകളോട് പറഞ്ഞു, അപ്പോൾ ഒന്നാമത് ആ വെള്ളി സാമാനം നമ്മുടെയായിരുന്നു. അതായത് ആ വില പിടിച്ച വെള്ളി സാമാനം നമ്മുടെ സ്വന്തമായിരുന്നു. ഇതേ ആശയമുള്ള പാഠമാണ് നമ്മൾ ഒന്നാമത് പഠിച്ചത്. അതായത് ലക്ഷ്മണ സാന്ത്വനത്തിൽ പറയുന്നുണ്ട്, ഈ കാണുന്നതൊക്കെ ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുന്ന അല്ലെങ്കിൽ ശ്രീരാമ ലക്ഷ്മണോട് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. ഈ കാണുന്നതൊക്കെ നമുക്ക് യോജിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കാണുന്ന ധനവും ധാന്യവും ഒക്കെ നമ്മുടേതായിരിക്കണമെങ്കിൽ, അത് നമുക്ക് ഉതകുന്നതായിരിക്കണമെങ്കിൽ എന്തായിരിക്കണം, അത് നമുക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ കാണുന്നത്, ഈ വെള്ളി സാമാനം എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കിയതല്ല, ഒരുപക്ഷെ ആരെങ്കിലും നമുക്ക് സമ്മാനിച്ചതായിരിക്കും, അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചതായിരിക്കും. ഇതൊന്നും എന്നൊന്നും നിലനിൽക്കുന്നതല്ല, ഇത് നമ്മുടെ ആയിരുന്നുവോ. അതിന്റെ അർത്ഥം ഇതൊന്നും ആർക്കും സ്വന്തമല്ല എന്നാണ് അയാൾ പറഞ്ഞത്. ഒന്നും ആർക്കും സ്വന്തമല്ല. മദാമഗ്ലാർ മിണ്ടാതെയായി. പിന്നെയും കുറച്ചിട ആരും ശബ്ദിച്ചില്ല. അതായത് മദാമഗ്ലാർ പിന്നെ മെത്രാൻ അത്രയും ഉന്നത പദവി വഹിക്കുന്ന ഒരാളാണ്. അയാളെ എന്തെങ്കിലും ഒരിക്കലും ഇവര് എതിർത്ത് പറയില്ല. അതുകൊണ്ട് അവര് മിണ്ടാതെ നിന്നു. പിന്നെയും കുറച്ചിട ആരും ശബ്ദിച്ചില്ല. പിന്നീട് മെത്രാൻ തുടർന്ന് പറഞ്ഞു, മദാമഗ്ലാർ, ഞാൻ ആ വെള്ളി സാമാനം വളരെ കാലം സൂക്ഷിച്ചു പോകുന്നത് ഒരിക്കലും ശരിയായിട്ടല്ല, അത് പാവങ്ങളുടെയാണ്. ആ വന്ന മനുഷ്യൻ ആരായിരുന്നു? കാഴ്ചയിൽ തന്നെ ഒരു പാവം. ഇവിടെ മെത്രാന്റെ വാക്കുകൾ പറയുന്ന പ്രകാരമാണ്, ഇത്രയും നാൾ ആ വെള്ളി സാമാനം ഞാൻ ശരിയായ സ്ഥലത്തായിരുന്നില്ല വച്ചത്. കാരണം അതിരിക്കേണ്ടത് ഇവിടെ ആയിരുന്നില്ല, അതിരിക്കേണ്ടത് പാവപ്പെട്ടവരുടെ വീട്ടിലായിരുന്നു. കാരണം എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഞാനൊരു വിശിഷ്ട പദവി ചെയ്യുന്ന അല്ലെങ്കിൽ വഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ആവശ്യമുള്ള പണം ഇവിടെ ഉണ്ട്. എനിക്ക് സഭയിൽ നിന്നൊക്കെ എനിക്ക് എന്ത് ചെയ്യും, ആവശ്യമുള്ള പൈസ കിട്ടും. എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല, അല്ലെ ജീവിതം മുന്നോട്ട് പോകാൻ എനിക്ക് ആവശ്യമുള്ള ഇവിടെ ഉണ്ട്. ഈ വെള്ളി സാമാനം ശരിക്കും ആവശ്യമുള്ളത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആ പാവത്തിന് തന്നെയായിരുന്നു. അവന് തന്നെയാണ് അത് യോജിക്കുന്നത്. അതുകൊണ്ട് അവനെ മോഷ്ടിച്ചതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് മെത്രാൻ പറയുന്നത്. ആ പറയുന്നത് ഇത്രയും നാളെ ഞാൻ സൂക്ഷിച്ചത് ശരിയായിട്ടായിരുന്നതിന്റെ അർത്ഥം അതിവിടെ ഇരിക്കേണ്ടതായിരുന്നില്ല, അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നത്. ഓക്കെ, ആ വന്ന മനുഷ്യൻ ആരായിരുന്നു? കാഴ്ചയിൽ തന്നെ ഒരു പാവം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ തലേ ദിവസം രാത്രി ഴാങ് ഭക്ഷണം കഴിച്ചത് എവിടെ വെച്ചു? ആ മേശപ്പുറത്ത് വെച്ച് തന്നെ അദ്ദേഹം പ്രാതൽ കഴിക്കുകയായി. അങ്ങനെ പ്രാതൽ കഴിക്കുന്നതിനിടയ്ക്ക് മോൺസിനിയർ വെൽക്കം അവിടെ മിണ്ടാതിരിക്കുന്ന തന്റെ സഹോദരിയോടും പുറത്തേക്ക് ശബ്ദം കേൾക്കാതെ എന്തോ പിറുപിറുക്കുന്ന മദാമഗ്ലോരോടുമായി ആഹ്ലാദപൂർവ്വം അഭിപ്രായപ്പെട്ടു. ഒരു കഷ്ണം അപ്പം ഒരു കോപ്പ പാലിലെടുത്ത് മുക്കുന്നതിന് ഒരാൾക്ക് മരം കൊണ്ടുള്ള മുള്ളും കയ്യിലും കൂടി ആവശ്യമില്ല. ഓക്കെ, അത് വളരെയധികം പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ തലേ ദിവസം രാത്രി ഴാങ് ഭക്ഷണം കഴിച്ചത് എവിടെ വെച്ചു? ആ മേശപ്പുറത്ത് വെച്ച് തന്നെ അദ്ദേഹം പ്രാതൽ കഴിക്കുകയായി. അതായത് തലേ ദിവസം നമ്മുടെ ഴാങ് എവിടെ വെച്ചാണോ ആഹാരം കഴിച്ചത്, രാത്രി ഭക്ഷണം കഴിച്ചത്, ഇന്ന് പ്രഭാതത്തിൽ അവിടെ ഇരുന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആര് കഴിക്കുകയാണ്? നമ്മുടെ മോൺസിനിയർ വെൽക്കം, അദ്ദേഹത്തിന്റെ സഹോദരിയും പിന്നീട് മദാമഗ്ലാറും അവിടെ ഉണ്ട്. മദാമഗ്ലാർ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരിക്കുക. കാരണം ഈ സാധനം പോയി ഓർത്ത് നേരത്തെ ഞാൻ പറഞ്ഞു, അവർക്ക് അത് തന്നെ അവർ ആലോചിച്ചുകൊണ്ട് അത് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് മോൺസിനിയർ അവിടെ വെച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇപ്രകാരമാണ്: ഒരു കഷ്ണം അപ്പം ഒരു കോപ്പ പാലിലെടുത്ത് മുക്കുന്നതിന്, അതായത് തന്റെ കയ്യിലിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അപ്പം എടുത്ത് ആ ഗ്ലാസ്സിലിരിക്കുന്ന പാലിലേക്ക് മുക്കി തിന്നാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് മരം കൊണ്ടുള്ള മുള്ളും കയ്യിലും കൂടി ആവശ്യമില്ല. കയ്യിൽ എന്ന് വെച്ചാൽ കരണ്ടി. ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ ഭക്ഷണ രീതി നമുക്കറിയാം. അവര് ഈ നമ്മൾ ചൈനയിലെ ഈ കണ്ടിട്ടില്ലേ, അതായത് കമ്പും ഗ്ലാസും ഈ കരണ്ടിയും വെച്ച് കോരിയാണ് അവർ തിന്നുന്നത്, ആ ഒരു രീതി. അപ്പൊ അയാൾ പറയുന്നു, ഈ ഒരു അപ്പത്തിന്റെ കഷ്ണം എടുത്ത് പാലിൽ മുക്കി തിന്നാൻ എനിക്ക് കരണ്ടിയും മരം കൊണ്ടുള്ള മുള്ളൊന്നും വേണ്ട, എനിക്ക് എന്ത് ചെയ്യാം, എന്റെ കൈ കൊണ്ട് എന്ത് ചെയ്യാം, മുക്കി തിന്നാൻ എനിക്ക് അറിയാം. അതിനർത്ഥം ലളിതമായി ജീവിക്കുക, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ജീവിക്കുക, അങ്ങനെ നമ്മൾ ശീലിക്കണം എന്നാണ് ആരുടെ പഠിപ്പിക്കുന്നത്, മെത്രാൻ പറയുന്നത്. അതായത് കരണ്ടിയും അതൊക്കെ മുള്ളുകൊണ്ടുള്ള ആ കയ്യിലും, അതായത് മരം കൊണ്ടുള്ള മുള്ളും
അതൊക്കെ തന്നെ കരണ്ടിയും, മരം കൊണ്ടുള്ള ആ മുള്ളും ആ കരണ്ടിയും ഇല്ലാതെ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ കൈ കൊണ്ട് തന്നെ അത് തിന്നാൻ പറ്റും. അപ്പൊ അതൊക്കെ അവൻ മോഷിച്ചുകൊണ്ട് പോകുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന അർത്ഥത്തിലാണ് മെത്രാൻ അവിടെ പറയുന്നത്. ആ പ്രസ്താവനയ്ക്ക് വളരെയധികം എന്തുണ്ട്, ആ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാ. ധൂർത്തരായി ജീവിക്കുന്ന മനുഷ്യൻ ആലോചിക്കുക, ലളിതമായി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജീവിക്കേണ്ടത് എന്നാണ് മെത്രാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഉള്ളത് കൊണ്ട് ജീവിക്കാൻ മനുഷ്യന് തീർച്ചയായും കഴിയും എന്നൊരാശയമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ബാക്കി നോക്കുക. ഒരു നല്ല വിചാരം തന്നെ വാസ്തവം പോകുന്നതിനും വരുന്നതിനും ഇടയ്ക്ക് മദാം മംഗളാർ തന്നോട് തന്നെ പറഞ്ഞു. ഇതൊക്കെ കണ്ടിട്ട് മദാം മംഗളാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരിത് തന്നെ പെറുപുറത്തുകൊണ്ടിരിക്കുക, അത് പോയതിനുള്ള വിഷമം. ആ നിലയ്ക്കുള്ള ഒരുത്തനെ അകത്ത് കടത്തുക എന്നല്ല, അവനവൻ കിടക്കുന്നതിന് അടുത്ത് കിടത്തുകയും ആ മനുഷ്യൻ കക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ. എന്റെ ഭഗവാനെ, അത് വിചാരിക്കുമ്പോൾ എനിക്ക് തടി വിറയ്ക്കുന്നു. അല്ലേ? അതായത് ഇവരെ സ്വയം ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ മെത്രാനോട് പറയാൻ പറ്റാത്തതുകൊണ്ട് സ്വയം ഇങ്ങനെ ഉള്ളിൽ പറയുകയാണ്. ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റിയതും പോരാ, അവൻ എന്ത് ചെയ്തു, ആ ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അവൻ കൊന്നില്ലല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് ഓർത്ത് അവർ സ്വയം എന്ത് ചെയ്തു, അത് ഓർത്ത് പേടിക്കുകയാണ്. ആ സഹോദരന്മാർ പ്രാതൽ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്ക് വാതിൽ ഒരു മുട്ട് കേട്ടു. അകത്തേക്ക് വരൂ, മെത്രാൻ പറഞ്ഞു. വാതിൽ തുറന്നു. അസാധാരണവും സംഭ്രാന്തവുമായ ഒരു ചെറിയ ആൾക്കൂട്ടം ഉമ്മറത്തെത്തി. 3 പേർ കൂടി 4മതൊരാളുടെ കഴുത്തുപട്ടമേൽ പിടികൂടിയിരിക്കുന്നു. ആ 3 പേർ പോലീസുകാരാണ്. മറ്റേയാൾ ഴാങ് ഴാങ്. തീർച്ചയായും ഴാങ് ഴാങ് എന്ത് ചെയ്തു, പിടിക്കപ്പെട്ടു. ഇയാളെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി കൂടി ഇവരെല്ലാവരും കൂടി വന്നപ്പോൾ ചെറിയൊരു ആൾക്കൂട്ടം അവിടെ കണ്ടു. നമ്മുടെ മോൺസിനിയർ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് 2-3 പോലീസുകാർ ചേർന്ന് ഒരാളുടെ കഴുത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്നു. അത് തലേദിവസം വന്നിരുന്ന ഴാങ് ആയിരുന്നു. ഒരു മേലധികാരി ആ 3 പേരുടെയും തലവൻ അയാളാണെന്ന് തോന്നി. വാതിലിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അയാൾ അകത്ത് കടന്ന് ഒരു പട്ടാള സലാം വെച്ചുകൊണ്ട് മെത്രാന്റെ അടുക്കിലേക്ക് ചെന്നു. അല്ലെ, ഇവരിലെ ഈ വന്ന പോലീസുകാരുടെ ഒരു ഉന്നതമായിട്ടുള്ള മേലാധികാരി അയാൾ എന്ത് ചെയ്തു, ആ വാതിലിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അയാൾ അകത്ത് കടന്ന് ഒരു പട്ടാള സലാം വെച്ചു. ഞാൻ പറഞ്ഞു, മെത്രാൻ എന്ന് പറയുന്നത് അത്രയും പദവി വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്കുള്ളൊരു സലാം സല്യൂട്ട് ചെയ്തു. വച്ചുകൊണ്ട് മെത്രാന്റെ അടുക്കിലേക്ക് ചെന്നു. മോൺസിനിയർ, അയാൾ പറഞ്ഞു, കുണ്ഠിതപ്പെട്ടും തീരെ അമർന്ന് കഴിഞ്ഞു മിരുന്ന ഴാങ് ഈ വാക്കുകേട്ട ഉടനെ അമ്പരന്ന മട്ടിൽ തലപൊക്കി. അതായത് ഈ പോലീസുകാരൻ അയാളെ മോൺസിനിയർ എന്ന ബഹുമാന പദവി വിളിച്ചെന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇത്രയും നേരം ആ നാണക്കേട് കൊണ്ട് തല കുനിച്ചു വെച്ചിരുന്ന നമ്മുടെ നായകനായ ഴാങ് ആ സമയം എന്ത് ചെയ്തു, തലപൊക്കി അദ്ദേഹത്തിന് മുഖത്തേക്ക് നോക്കി. കാരണം അയാൾ ഞെട്ടുകയായിരുന്നു. ഓക്കെ, മോൺസിനിയർ അയാൾ മന്ത്രിച്ചു. അപ്പോൾ ഇദ്ദേഹം സഭാബോധകനല്ല. നേരത്തെ ഞാൻ പറഞ്ഞു, മോൺസിനിയർ അയാൾ പറഞ്ഞു, കുണ്ഠിതപ്പെട്ടും തീരെ അമർന്നു പൊങ്ങിക്കഴിഞ്ഞ ഴാങ് ഈ വാക്കുകേട്ട ഉടനെ അമ്പരന്ന മട്ടിൽ തലപൊക്കി. അതായത് മോൺസിനിയർ എന്ന പേര് കേട്ടപ്പോഴൊക്കെ മനസ്സിലായി, ഞാൻ നേരത്തെ വിചാരിച്ചതുപോലെ ഴാങ് നേരത്തെ വിചാരിച്ചതുപോലെ ഇയാൾ ആരായിരുന്നില്ല, ഇയാള് ഒരു സഭാബോധകനായിരുന്നില്ല. അതായത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു വ്യക്തി ആയിരുന്നില്ല ഇയാള്. അതെ, മാർപ്പാപ്പ വിശിഷ്ട പദവി നൽകിയ ആരായിരുന്നു, മെത്രാനായിരുന്നു എന്ന് ആ സമയമാണ് ആര് മനസ്സിലാക്കുന്നത്, നമ്മുടെ നായക കഥാപാത്രമായിട്ടുള്ള ഴാങ് മനസ്സിലാക്കുന്നത്. ഓക്കെ, മോൺസിനിയർ അയാൾ മന്ത്രിച്ചു. അപ്പോൾ അദ്ദേഹം സഭാബോധകനല്ല. മിണ്ടരുത്, പോലീസുകാരൻ കൽപ്പിച്ചു. അവിടുന്ന് മെത്രാൻ തിരുമനസ്സുകൊണ്ടാണ്. ഈ ഇടയ്ക്ക് തന്റെ വാർദ്ധക്യത്തിന് താങ്ങാൻ ആകാവുന്നിടത്തോളം വേഗത്തിൽ മോൺസിനിയർ വിയാങ് വിനിയും മുൻപോട്ട് വന്നു. അയാളുടെ എന്നുവെച്ചാൽ വളരെയധികം പ്രായം ചെന്ന വ്യക്തിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളാണ്. ഴാങ്ങിനെ നേരെ നോക്കി അദ്ദേഹം കുറച്ചുച്ചത്തിൽ പറഞ്ഞു, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ എന്തേ ഇത്, ഞാൻ നിങ്ങൾക്ക് മെഴുകുതിരി കാലുകൾ തന്നുവല്ലോ, മറ്റുള്ളവയെ പോലെ തന്നെ അവയും കട്ടി വെള്ളിയാണ്. നിശ്ചയമായും നിങ്ങൾക്ക് അവയിൽ നിന്ന് 200 ഫ്രാങ്ക് കിട്ടും. നിങ്ങളുടെ മുള്ളുകളും കൈലുകളും എടുത്ത കൂട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അവ കൂടി കൊണ്ടുപോയില്ല? അതായത് ഴാങ് പ്രതീക്ഷിച്ചതുപോലൊരു ചോദ്യം ആയിരുന്നില്ല ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, മെത്രാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മെത്രാൻ പറഞ്ഞു, നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ തന്ന മെഴുകുതിരിക്കാലുകള് ഞാൻ നിങ്ങൾക്ക് മെഴുകുതിരിക്കാൽ തന്നുവല്ലോ, മറ്റുള്ളവയോടൊപ്പം തന്നെ അവയും കട്ടി വെള്ളിയാണ്. നിശ്ചയമായും അവയിൽ നിന്ന് 200 ഫ്രാങ്ക് കിട്ടും. നിങ്ങളുടെ
മുള്ളുകളും കൈലുകളും എടുത്ത കൂട്ടത്തിൽ എന്തുകൊണ്ട് അവ കൂടി കൊണ്ടുപോയില്ല? അദ്ദേഹം പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ മെഴുകുതിരിയുടെ കാലുകൾ അതും വില പിടിച്ചതാണ്, അതെന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്ന് മെത്രാൻ ചോദിച്ചു. ഴാങ്ങിന്റെ കണ്ണ് രണ്ടും മിഴിഞ്ഞുപോയി. ഴാങ് അന്തം വിട്ടുപോയി. കാരണം താൻ അവിടെ നിന്ന് അയാൾ തന്നതല്ല, ശരിക്കും മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് മെത്രാൻ ഇങ്ങനെ പറയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. മനുഷ്യനെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഭാവവിശേഷത്തോടു കൂടി അയാൾ ആ വന്ധ്യനായ മെത്രാനെ തുറച്ചു നോക്കി. മോൺസിനിയർ, ആ പോലീസ് മേലാൾ പറഞ്ഞു, അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് വാസ്തവമാണ്. ഞങ്ങൾ ഇയാളെ കണ്ടെത്തി. ചാടിപ്പോകുന്ന ഒരുവന്റെ മട്ടിലാണ് അയാൾ നടന്നിരുന്നത്. കഥയെന്തെന്നറിയട്ടെ എന്ന് വെച്ച് ഞങ്ങൾ തടഞ്ഞു നിർത്തി. ഈ വെള്ളി സാമാനം ഇയാളുടെ പക്കലുണ്ടായിരുന്നു. അപ്പൊ മെത്രാൻ പറഞ്ഞപ്പോ പോലീസുകാരൻ പറഞ്ഞു, ഈ കഥ തന്നെയാണ് ഇയാളും നമ്മൾ പിടിച്ചപ്പോ പറഞ്ഞത്. അപ്പൊ നമുക്ക് വിശ്വാസം വന്നില്ല. കാരണം ഇയാളുടെ രൂപവും ഇയാളുടെ ആ പേടിക്കുന്ന മുഖവും കണ്ടപ്പോൾ മനസ്സിലായി. നമ്മൾ വിചാരിച്ചു ഇയാള് മോഷ്ടിച്ചതാണെന്ന്. അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ അങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അതായത് പിടിച്ചപ്പെട്ട സമയത്ത് ഴാങ് പറഞ്ഞു, എനിക്ക് ഇതൊരാൾ സമ്മാനിച്ചതാണ്. മെത്രാൻ എന്നറിയില്ല, ആ വീട്ടിലുള്ള ആൾ സമ്മാനിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് സംശയം ഉള്ളതുകൊണ്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. മെത്രാനോട് ഇത് പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് ഉറപ്പായി എന്താണ്, ഇത് സംഗതി സത്യം തന്നെയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കും. മെത്രാൻ ഒരു പുഞ്ചിരിയോട് കൂടി കടന്നു പറഞ്ഞു, രാത്രി താൻ കഴിച്ചു കൂട്ടിയ ഒരു വൃദ്ധ മതാചാര്യന്റെ അടുക്കൽ നിന്ന് തനിക്ക് കിട്ടിയത് ആ സാമാനമെന്ന് അല്ലേ? അങ്ങനെയല്ലേ? എനിക്കും ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ നിങ്ങൾ അയാളെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഒരു തെറ്റ് പറ്റി പോയതാണ് അല്ലെ? അപ്പോ മെത്രാൻ പറഞ്ഞു, നിങ്ങൾക്ക് അയാൾ പറഞ്ഞ സത്യം തന്നെയാണ്, ഞാൻ തന്നെയാണ് അയാൾക്ക് സമ്മാനിച്ചത്. നിങ്ങൾക്ക് വിശ്വസിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്, എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? അയാൾ പറഞ്ഞതെല്ലാം എന്ത് തന്നെയാണ്? സത്യം തന്നെയാണ്. അതായത് ഴാങ് പോലീസുകാർ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, ഞാൻ അയാൾക്കത് കൊടുത്തതാണെന്ന് മെത്രാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞു, ഞങ്ങൾ ഇയാളെ വിട്ടയക്കാം. എന്ത് ചെയ്യാം? വിട്ടയക്കാം. തീർച്ചയായും മെത്രാൻ മറുപടി പറഞ്ഞു. വിട്ടയക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മെത്രാൻ പറഞ്ഞു, എന്ത് ചെയ്തു? വിട്ടയച്ചോളാൻ പറഞ്ഞു. പോലീസുകാർ ഴാങ്ങിനെ വിട്ടു. അയാൾ ഒന്ന് മാറി നിന്നു. എന്നെ വിടാൻ പോകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയോ? അതായത് ശരിക്കും ഇത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഴാങ്ങിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ആഹാര സാധനം മോഷിച്ചതിന് 19 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇപ്പോൾ അതിലും വലിയൊരു കുറ്റം ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്തു? വെറുതെ വിട്ടിരിക്കുന്നു. ഇയാൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏതാണ്ട് പുറത്തേക്ക് കേൾക്കാത്തൊരൊച്ചയിൽ ഉറക്കത്തിനിടയിൽ സംസാരിക്കുന്ന വിധം അയാൾ പറഞ്ഞു, അതെ, നിന്നെ വിട്ടിരിക്കുന്നു. നിനക്ക് മനസ്സിലായില്ലേ? പോലീസുകാരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. സ്നേഹിത, മെത്രാൻ പറയാൻ തുടങ്ങി, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതാ നിങ്ങളുടെ മെഴുകുതിരി കാലുകൾ എടുക്കാം. അപ്പൊ ഇയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ തന്നെ പോലീസുകാരൻ പറഞ്ഞു, സംഗതി സത്യം തന്നെയാണ്, നിങ്ങൾ എന്ത് ചെയ്ത് വെറുതെ വിട്ടിരിക്കുന്നു. അപ്പൊ മെത്രാൻ വിളിക്കുകയാണ് സ്നേഹിത അല്ലേ? ഇയാൾക്ക് വേണമെങ്കിൽ അയാളെ കാണിച്ചു കൊടുക്കാമായിരുന്നു, കള്ളാന്ന് വിളിക്കാമായിരുന്നു. പക്ഷേ വിളിക്കുന്നത് എന്ത് തന്നെയാണ്? സ്നേഹിത, കൂട്ടുകാരാന്ന് വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഇതുകൂടി കൊണ്ടുപോകണം. ഈ വില പിടിച്ച മെഴുകുതിരി കാലുകൾ കൂടി എന്ത് ചെയ്യണം? എന്നുവെച്ചാൽ മെഴുകുതിരി വെക്കുന്ന സ്റ്റാൻഡ്, അതുകൂടി എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. ഒരു ഭാവഭേദവും കൂടാതെ മെത്രാനെ ബുദ്ധിമുട്ടിക്കാവുന്ന ഒരു നോട്ടമെങ്കിലും നോക്കാതെ ആ രണ്ട് സ്ത്രീകളും അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നിന്നു. ആ വീട്ടിലുള്ള മറ്റു രണ്ട് സ്ത്രീകൾക്കും യാതൊരു തരത്തിലുള്ള ഭാവ വ്യത്യാസവും ഉണ്ടായില്ല. അവരിതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നിന്നു. ഴാങ്ങിന്റെ ഓരോ ഭാഗവും കിടന്നു വിറച്ചിരുന്നു. തികച്ചും അമ്പരന്ന് ഒരു പാവയുടെ മാതിരി അയാൾ ആ രണ്ട് മെഴുകുതിരി വിളക്കുകൾ കയ്യിൽ വാങ്ങി. ഇനി മെത്രാൻ പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടെ പോവുക. കൂട്ടത്തിൽ പറയട്ടെ എന്റെ സ്നേഹിത, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല. തെരുവിലേക്കുള്ള വാതിൽ കൂടി തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം. രാത്രിയും പകലും ഒരു നീക്കിയിരിക്കുന്നത് കൂടാതെ അതൊരിക്കലും പൂട്ടിയിടുകയില്ല. എന്നിട്ട് അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പോവാം. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മെത്രാൻ പറയുന്നുണ്ട്, നിങ്ങൾ സമാധാനത്തോടെ പോവുക അല്ലേ? അതാണ് കൂട്ടത്തിൽ പറയട്ടെ എന്റെ സ്നേഹിത, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല. തെരുവിലേക്കുള്ള വാതിലൂടെ തന്നെ എന്ത് ചെയ്യാം? എപ്പോഴും വരികയും പോവുകയും ചെയ്യാം. നിങ്ങൾ നേരത്തെ പോയതുപോലെ മതിയാടി പോകണ്ട. നിങ്ങൾക്ക് വേണ്ടി വാതിൽ എന്നും ചാരിയിട്ടേ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തുറന്ന് അകത്തേക്ക് കടന്ന് വരാം. എന്നിട്ട് പറഞ്ഞിട്ട് മെഴുകുതിരി കാലുകളുടെ ആർക്ക് കൊടുക്കുകയാണ്? മെത്രാൻ ഴാങ്ങിന് കൊടുക്കുകയാണ്. ഴാങ് ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. എന്നിട്ട് മെത്രാൻ പോലീസോട് പറയുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മടങ്ങി പോകാം. പോലീസുകാർ പോയി. ഴാങ് മോഹാലസ്യപ്പെടാൻ പോകുന്ന ഒരാളെ പോലെ കാണപ്പെട്ടു. അതായത് ഴാങ്ങിന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇയാൾക്ക് ബോധം പോകുന്ന പോലെ തോന്നി. മെത്രാൻ അയാളുടെ അടുക്കിലേക്ക് ചെന്ന് ഒരു താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ഒരു സത്യവാനായിരിക്കാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ, ഒരിക്കലും മറന്നു പോകരുത്. അദ്ദേഹം പറഞ്ഞ ഴാങ് അങ്ങനെ ചിന്തിച്ചു പോലും കാണില്ല. പക്ഷേ
അദ്ദേഹം മെത്രാൻ പറയുകയാണ്, ഒരു സത്യവാനായിരിക്കാൻ, ഇനിയൊരു സത്യസന്ധനായിരിക്കാൻ ഈ ഒരു അവസരം നിങ്ങൾ പ്രയോഗിക്കുമെന്ന് ഞാൻ എന്ത് ചെയ്തു വിചാരിക്കുന്നു. എന്നാൽ ഞാൻ ഈ ചെയ്തെന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇനിയൊരു സത്യസന്ധനായി തീർക്കും എന്ന് ഞാൻ എന്ത് ചെയ്തു കരുതുന്നു, അല്ലെങ്കിൽ അത് എൻ്റെ ഈ വിചാരം നിങ്ങൾ തെറ്റിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പ്രസ്താവനയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം ശരി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ശിക്ഷാരീതികളാണ് എന്ത് ചെയ്യുന്നത് ഒരാളുടെ മനസ്സിനെ നമുക്ക് മാറ്റാൻ കഴിയുന്നത്. 19 വർഷം ജയിലിൽ കിടന്നിട്ട് പോലും ഴാങ്ങിന്റെ മനസ്സ് മാറിയില്ല. പക്ഷേ ഈ ഒരു വാക്കുകൾ അയാളുടെ മനസ്സ് മാറി. ഇനി വരുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഈ കഥയുടെ അവസാന ഭാഗങ്ങളിൽ ഇയാൾ വീണ്ടും, അല്ലെങ്കിൽ ഈ സന്ദർഭത്തിന് ശേഷം ഇയാൾ സത്യസന്ധനായി മാറുകയും അവസാനം ഇയാൾ സമൂഹത്തിൽ ഉന്നത പദവി വഹിക്കുന്ന ഒരു വ്യക്തിയായി തീരുകയാണ് ചെയ്യുന്നത്. ആര്? നമ്മുടെ ഴാങ് എന്ന് പറയുന്ന ആ പദവി. അപ്പൊ അയാളുടെ ആ ഒരു കുറ്റം ചെയ്യാനുള്ള പ്രവണതയെ, അയാളുടെ ആ ഒരു മാനസിക സംഘർഷങ്ങളെ അതൊക്കെ മാറ്റി തീർത്തത് മെത്രാന്റെ ഈ ഒരു ഈ ഒരു മറുപടിയായിരുന്നു. അപ്പൊ ഈ ഒരു ശിക്ഷാരീതി ഒരാളെ മാനസികമായിട്ട് എന്ത് ചെയ്യുക, അയാളെ മാറ്റിയെടുക്കുക എന്നുള്ള ഈ മെത്രാന്റെ ശിക്ഷാരീതി ഇന്നത്തെ സമൂഹം കണ്ടുപഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും സംവാദങ്ങൾക്കും ചർച്ചകൾക്കും പാത്രമാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശിക്ഷാരീതികൾ അത്ര ഫലവത്താണോ? കുറ്റങ്ങൾ വീണ്ടും ചെയ്യുകയല്ലേ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്രാന്റെ വെച്ച് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ എഴുതാം. വളരെ ലളിതമായ ഒരു കഥയാണ്. സന്ദർഭങ്ങൾ ഓർത്തിരിക്കുക. മെത്രാന്റെ കഥാപാത്ര നിരൂപണം, അതുപോലെ തന്നെ ഴാങ്ങിന്റെ കഥാപാത്ര നിരൂപണമൊക്കെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. അതൊക്കെ എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക. ഇനി ടെക്സ്റ്റിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഞാൻ പറയേണ്ട ആവശ്യം പോലും ഇല്ല, നിങ്ങൾക്ക് ഇതെല്ലാം എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ആകെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ പാഠം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.